എബ്രായ ലേഖനം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം. വിശ്വാസത്താൽ യോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. യോസഫ് എന്ന വ്യക്തിയുടെ തിളക്കമാർന്ന ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ 37 മുതൽ 50 വരെയുള്ള 14 അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്യം മാത്രമേ എഴുതിയുള്ളൂ. അദ്ദേഹം വിശ്വാസത്താൽ ചെയ്ത ഒരു കാര്യം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിരവധി ആളുകളെ കുറിച്ച് വിവരിക്കുകയാണ്. 100, 150 അല്ല 500 അതിനപ്പുറമൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ. അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യം മാത്രമേ ദൈവാത്മാവിന് എടുത്തു പറയാനുള്ളൂ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നോക്കിയാട്ടെ, 4-ാമത്തെ വാക്യം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിന്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. വാക്യം 5. വിശ്വാസത്താൽ ഹാനോക്ക്. വാക്യം 7. വിശ്വാസത്താൽ നോഹ. വാക്യം 8. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശം. വാക്യം 11. വിശ്വാസത്താൽ സാറ. വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവചരിത്രത്തിലെ സുപ്രധാനമായ മറ്റെല്ലാ കാര്യങ്ങളും വിട്ടുകളഞ്ഞിട്ട് വിശ്വാസത്താൽ അവർ ചെയ്ത ഒരു പ്രത്യേക കാര്യം മാത്രമേ ദൈവാത്മാവ് രേഖപ്പെടുത്തിയുള്ളൂ. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ എത്ര വർഷം ജീവിച്ചിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും ദൈവം കണക്കാക്കുന്നത്, ദൈവം വിവരിപ്പാൻ കൊതിക്കുന്നത് വിശ്വാസത്താൽ നാം എന്തു ചെയ്തു, വിശ്വാസത്തിന് വേണ്ടി നാം എന്തു ചെയ്തു എന്നുള്ള കാര്യം മാത്രമാണ്. വിശ്വാസത്താൽ യോസഫ് തന്റെ ആസ്തികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. യോസഫിന്റെ ജീവിതത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ചില ചിന്തകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, തനിക്കുണ്ടായിരുന്ന ഒരു ദർശനമാണ്. ഹബക്കുക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം ആദ്യം വായിച്ചാട്ടെ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്ക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. എന്നാൽ ദൈവം കാണിച്ചു തരുന്ന ദർശനം അത് മനസ്സിലെന്നും പതിഞ്ഞു നിൽക്കും. അത് മനുഷ്യൻ മറക്കില്ല. ആർക്കും അതിനെ മറയ്ക്കാൻ കഴിയില്ല, മായ്ക്കാൻ കഴിയില്ല. അത് തെളിവായി തന്നെ നിൽക്കും. വചനം നോക്കിക്കേ, ദർശനത്തിനൊരു അവധി വെച്ച്. അബ്രഹാമിന്റെ 75-ാമത്തെ വയസ്സിലാണ് നിനക്ക് കടൽക്കരയിലെ മണൽത്തരി പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ സന്താനങ്ങളെ തരുമെന്ന് ദൈവം ദർശനം നൽകിയത്. പക്ഷെ അത് നിവർത്തിയാവുന്നത് ഏകദേശം തനിക്ക് 100 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. അതിനോടകത്ത് 24 വർഷത്തിന്റെ ഗ്യാപ്പ് നമ്മൾ കാണുകയാണ്. അതാ തിരുവെഴുത്ത് പറയുന്നത് ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. യോസഫിന് സമാന്തര അർത്ഥമുള്ള 2 ദർശനങ്ങൾ ലഭിക്കുകയാണ്. ഒരിക്കൽ താൻ കണ്ട ദർശനം, വയലിൽ മറ്റ് കറ്റകളുടെ കൂട്ടത്തിൽ തന്റെ കറ്റ നിവർന്നു നിൽക്കുന്നു. മറ്റ് കറ്റകൾ അതിനെ വീണ് നമസ്കരിക്കുന്നു. 2-ാമത്തെ ദർശനം, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസഫാകുന്ന നക്ഷത്രത്തെ വീണ് നമസ്കരിക്കുന്നു. ഇങ്ങനെ ഒരു ദർശനം കണ്ടു എങ്കിലും അതെന്താണെന്നോ ഏതാണെന്നോ ഒന്നും യോസഫിന് അറിയുകയില്ല. താൻ ആ ദർശനം തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, അപ്പച്ചനോട് പറഞ്ഞു. അവരതിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, നീ എന്താ പറയുന്നത്? നിന്റെ അപ്പനും അമ്മയും സഹോദരന്മാരും നിന്നെ വീണ് നമസ്കരിക്കുമെന്നോ? കാരണം അന്ന് അവന് 17 വയസ്സേ ഉള്ളൂ. ഈ കൊച്ചി ഇറക്കം പറയുകയാണ്, അപ്പനും അമ്മയും മറ്റു സഹോദരന്മാരും തന്റെ മുമ്പാകെ തന്നെ വീണ് നമസ്കരിക്കുമെന്ന്. ഇനി അതിന്റെ നിവർത്തിയിലേക്ക് നമുക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാട്ട്. യാക്കോബിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ, യോസേഫിന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോട് കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽപായുടെയും പുത്രന്മാരോട് കൂടെ ഇരുന്ന് അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസേഫ് അപ്പനോട് വന്ന് പറഞ്ഞു. ദർശനം കാണുന്ന സമയത്ത് യോസഫിന് എത്ര വയസ്സുണ്ട്? 17 വയസ്സ്. ഇനി 41-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം. യോസേഫ് മിസ്രയീം രാജാവായ ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. അപ്പോൾ ദർശനം കാണുമ്പോൾ എത്ര വയസ്സുണ്ട്? 17 വയസ്സ്. ഇപ്പോഴെത്ര വയസ്സുണ്ട്? 30 വയസ്സ്, 13 വർഷം. ഇനി ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. സമാന്തര അർത്ഥത്തിൽ ദൈവം മറ്റൊരു ദർശനം ഫറവോന് നൽകിയ.
ആ ദർശനം അവന് നൽകാൻ അവൻ അതിനുള്ള യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല. ദൈവത്തിന്റെ ഒരു കാര്യപരിപാടി ഈ ഫറവോനിലൂടെ ദൈവം നിവർത്തിക്കാൻ പോകുന്നത് കൊണ്ട് ഫറവോന് ദർശനം നൽകി. മെലിഞ്ഞ 7 പശുക്കൾ, അതിനുശേഷം വലിയ 7 പശുക്കൾ. ഈ വലിയ പശുക്കൾ വന്ന് മെലിഞ്ഞ പശുക്കളെ തിന്നുകളഞ്ഞു. ഫറവോൻ ഇതാണ് കണ്ടത്. ഫറവോനത് അർത്ഥമൊന്നും അറിയത്തില്ല. താൻ ശകുനവാദികളോടും മന്ത്രവാദികളോടും പറഞ്ഞു ഇത് വ്യാഖ്യാനിക്കണം. അവസാനം യോസഫിനെ അവിടെ വരുത്തുകയാണ്. ദൈവാത്മാവുള്ള മനുഷ്യനായി യോസഫിനെ ജയിലിൽ നിന്ന് അവിടെ കൊണ്ടുവന്നു. യോസഫ് ആ സമയത്ത് എവിടെയാ? ജയിലിലാണ് കിടക്കുന്നത്. യോസഫിന് വാസ്തവത്തിൽ ഈ ജയിലിൽ പുറത്തു വരാൻ ഒരു കാരണവശാലും സാധ്യമല്ല. കാരണം അവനെതിരെ കുറ്റപത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന രേഖകൾ അത്രമാത്രം വലുതാണ്. എന്താ അവനെതിരെയുള്ള കുറ്റപത്രം? ഒന്ന്, അവനെതിരെ സാക്ഷ്യം പറഞ്ഞത് അവിടുത്തെ ആഢ്യത്വമുള്ള ഒരു വലിയ പട്ടാള മേധാവിയുടെ ഭാര്യയാണ് അവനെക്കുറിച്ച് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഭയങ്കര വെല്ലുവിളിയാണ്. 2, സാഹചര്യ തെളിവാണ്. അവൾ പറയുന്നത് ഈ എബ്രായനെ അപഹാസ്യപ്പെടുത്തുവാൻ വേണ്ടി വന്നു, വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. സാഹചര്യ തെളിവ് യോസഫിനെതിരാ. 3, തൊണ്ടി മുതൽ അവനെതിരാ. യോസഫിന്റെ തന്നെ വസ്ത്രമാണ് അവളുടെ കയ്യിൽ ഇരിക്കുന്നത്. 4, അവൻ അവിടെ ഒരു വരുത്തനായതുകൊണ്ട് അവന് വേണ്ടി ഒരു വാദിക്കാൻ, അവന് വേണ്ടി ഒരു നല്ല വാക്ക് പറയാൻ ആരും ഇല്ല. തെളിവുകളെല്ലാം അവനെതിരാണ്. ആരും അവൻ അനുകൂലമായിട്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് ആ ഭക്തനെ ജയിലിൽ വിടുവിക്കാനുള്ള സമയമായപ്പോൾ, ദൈവത്തിന്റെ മക്കളെ, ഓരോ ദൈവപ്രവർത്തിക്കും ദൈവത്തിന്റെ മക്കൾ ഒരു സമയമുണ്ട്. സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഫറവോൻ അവനെ കാലുകളെ ബന്ധിച്ചു, എന്നാൽ ദൈവത്തിന്റെ വിടുതലിന്റെ സമയമായപ്പോൾ ഫറവോൻ ആളയച്ചു, അവനെ വിടുവിച്ചു. അടുത്ത പദം: ഫറവോന്റെ അധികാരികളെ, യജമാനന്മാരെ ഇഷ്ടം പോലെ ബന്ധിച്ചു കൊള്ളാൻ അവന് അധികാരം കിട്ടി. ആദ്യത്തെ പദം അവനെ ബന്ധിച്ചു എന്നാൽ രണ്ടാമത്തെ പദം അവൻ ബന്ധിച്ചു. അതിനുള്ള അധികാരം അവന് കൊടുക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഫറവോൻ കണ്ട സ്വപ്നം അത് വ്യാഖ്യാനിക്കാൻ ആർക്ക് കഴിയാതിരിക്കുമ്പോൾ യോസഫ് വന്നിട്ട് ആ സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ്. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം യോസഫ് പറഞ്ഞപ്പോൾ രാജാവിന് ഭയങ്കര തൃപ്തിയായി. എന്താ സ്വപ്നത്തിന്റെ ദർശനം? എന്താ? അടുത്ത 7 വർഷം ഈ ദേശത്ത് അസാധാരണമായ വിളവുകൾ ഉണ്ടാകും. കൃഷി 100 മേനി വിളയത്തക്ക നിലയിൽ ഭയങ്കര അനുഗ്രഹം, സമൃദ്ധിയായ വിളവുകൾ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ 7 വർഷം. അതേ തുടർന്നുള്ള 7 വർഷം ക്ഷാമമായിരിക്കും. ആ ക്ഷാമത്തെ അതിജീവിക്കാൻ ഈ സമൃദ്ധിയുടെ കാലത്ത് മുൻകരുതലെടുക്കണം. ഇത് കേട്ടപ്പോ അതിനൊരു മേൽച്ചുമതലയ്ക്ക് വേണ്ടി ഒരാളിനെ ആക്കണം. ഫറവോൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ വേറൊരുവനെ കണ്ടുകിട്ടുമോ? എന്നിട്ട് ഫറവോൻ എന്തായെന്ന് അറിയാമോ? ഇന്ന് ഞാൻ നിന്നെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കിയിരിക്കുന്നു. അങ്ങനെ അവനെ മേലധികാരിയായി നിയമിച്ച് അന്ന് മിസ്രൈമിലെ പാർലമെന്റിൽ ഒരു പുതിയ നിയമം പാസാക്കപ്പെട്ടു. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം. തന്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഒരു നിയമം പാസാക്കപ്പെടുകയാണ്. എന്നാണോ അവനെ മേലധികാരിയായി നിയമിച്ചത്, അന്ന് ഫറവോൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു: മുട്ടുകുത്തുവീൻ. ഇനി ആരെങ്കിലും യോസഫിനെ എന്തിനെങ്കിലും കാണാൻ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് അവന്റെ മുമ്പാകെ മുട്ടുകുത്തണം. ഫറവോൻ അറിയത്തില്ല ഇവനെ കുറിച്ച് ദൈവം ഒരു ദർശനം നൽകിയിട്ടുണ്ട്. ഇവന്റെ മുമ്പാകെ സഹോദരന്മാർ മുട്ടുകുത്താൻ പോകുന്നു എന്നുള്ള കാര്യം ഫറവോൻ അറിയത്തില്ല. പക്ഷേ രാജാക്കന്മാർക്ക് മീതെ രാജാതി രാജാവ് വാഴുകയാണ്. ഉന്നതന്മാർക്ക് മീതെ അത്യുന്നതൻ വാഴുകയാണ്. അത്യുന്നതനായ ദൈവം ഫറവോനോട് പറഞ്ഞു: രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കിടക്കെ ഇരിക്കുക, അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് തമ്പുരാൻ തിരിച്ചടക്കുക. ഫറവോനിൽ കൂടെ പുതിയ നിയമം പാസാക്കപ്പെട്ടു. എന്താ നിയമം? മുട്ടുകുത്തണം. സമൃദ്ധിയുടെ 7 വർഷം കൂടി കടന്നുപോയി. അതിനുശേഷം
ദേശത്തെല്ലായിടവും ഭയങ്കര ക്ഷാമം. മിസ്രൈമിൽ മാത്രമല്ല, സമീപ രാജ്യങ്ങളിലും ഈ ക്ഷാമമുണ്ടായി. കനാൻ ദേശത്തും ക്ഷാമമുണ്ടായി. ഉടനെ യാക്കോബ് തൻ്റെ മക്കളോട് പറഞ്ഞു, പിള്ളേരെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല. മിസ്രൈമിൽ ധാന്യമുണ്ട് എന്ന് കേൾക്കുന്നു. പൈസയും ചാക്കും എടുത്തോണ്ട് അങ്ങോട്ട് പോയി. അവൻ ധാന്യം വാങ്ങിച്ചോണ്ട് വരാൻ അപ്പച്ചൻ അവരെ വിടുകയാ. മേലധികാരിയായി ഉയർത്തപ്പെട്ടവൻ യോസഫാണെന്ന് അവരാരും അറിഞ്ഞിട്ടില്ല. അവർ കാശും ചാക്കുമായിട്ട് ധാന്യത്തിന് വന്നപ്പോൾ അവിടുത്തെ നിയമം എന്താണ്? ആദ്യം അവന്റെ മുമ്പാകെ മുട്ടുകുത്തണം. പൈസ ഉള്ളത് കൊണ്ട് ധാന്യം കിട്ടത്തില്ല, ചാക്കുള്ളത് കൊണ്ട് ധാന്യം കിട്ടത്തില്ല. ആദ്യത്തെ നടപടി, കൊട്ടാരത്തിൽ വന്നാൽ മേലധികാരിയായി ഫറവോൻ ഉയർത്തിയിരിക്കുന്ന യോസഫിന്റെ മുമ്പാകെ മുട്ടുകുത്തണം. അവർ അവന്റെ മുമ്പാകെ മുട്ടുകുത്തി. ഒരു പ്രാവശ്യമല്ല, 4 പ്രാവശ്യം. ഒരു പ്രാവശ്യമായിരുന്നെങ്കിൽ യാദർശികമായി അങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ 4 പ്രാവശ്യം അവൻ്റെ സഹോദരന്മാർ യോസഫിന്റെ മുമ്പാകെ മുട്ടുകുത്തുകയാണ്. ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 42-6 വാക്യം. യോസേഫ് ദേശത്തിന് അധിപതിയായിരുന്നു. അവൻ തന്നെയായിരുന്നു ദേശത്തിലെ സകല ജനങ്ങൾക്കും ധാന്യം വിറ്റത്. യോസേഫിന്റെ സഹോദരന്മാരും വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. യോസഫിന്റെ സഹോദരന്മാർ വന്ന് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. 43-26. യോസേഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്ത് കൊണ്ടുചെന്ന് അവന്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. 2ാമത്തെ പ്രാവശ്യമാണ്. ഇനി 44-14 വാക്യം. യഹൂദായും അവന്റെ സഹോദരന്മാരും യോസേഫിന്റെ വീട്ടിൽ ചെന്നു. അതുവരെയും അവിടെ തന്നെ ആയിരുന്നു. അവർ അവന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു. ഇനി 4ാമത്തെ സന്ദർഭം 50-18 വാക്യം. അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു. ഇതാ ഞങ്ങൾക്ക്. യോസഫിന്റെ സഹോദരന്മാർ ചെന്ന് 4 പ്രാവശ്യം അവന്റെ മുമ്പാകെ മുട്ടുകുത്തുക. ഇപ്പൊ അവന് 37 വയസ്സുണ്ട്. ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോ 30 വയസ്സ്. 7 വർഷം സമൃദ്ധിയുടെ കാലഘട്ടം. 17ാമത്തെ വയസ്സിലാണ് അവൻ ദർശനം കണ്ടത്. 37ാമത്തെ വയസ്സിലാണ് അത് നിവർത്തിയാവുന്നത്. ഇവനോടുള്ള ആ ദൈവത്തിന്റെ ആലോചന നടപ്പാക്കാൻ അവന് വേണ്ടി മാത്രമായി ആ രാജ്യത്ത് ഒരു പുതിയ നിയമമുണ്ടായി. ദൈവമക്കളെ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ ഭക്തനായ, ദൈവത്തിന്റെ നിയോഗമുള്ള, ദൈവത്തിന്റെ നിയമനമുള്ള, ദൈവത്തിന്റെ ദർശനം പ്രാപിച്ചിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ടി മാത്രമായി ദൈവം ഒരു രാജ്യത്ത് ഒരു നിയമമുണ്ടാക്കി. 2ാമത്തെ ഒരു ചിന്ത, ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ് എന്ന് യോസഫ് തിരിച്ചറിഞ്ഞിരുന്നു. റോമാലേഖനം 8-28 വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങളെ പോലും, പ്രയാസങ്ങളെ പോലും നിന്റെ നന്മയ്ക്കാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രതിസന്ധികളെ അവന്റെ നന്മയ്ക്കാക്കി തീർക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. എങ്ങനെയാണത് അവൻ നന്മയ്ക്കായത്? യോസഫ് ആ കുറ്റം ചുമത്തപ്പെട്ടവനായി ജയിലിൽ കിടന്നു. അതെങ്ങനെ നന്മയ്ക്കായി മാറിയത്? മിസ്രൈമിലെ ഭാഷ പഠിക്കാൻ ആ ജയിൽവാസം അവൻ അനുഗ്രഹമായി മാറി. മിസ്രൈമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ മിസ്രൈമ്യരുടെ ഭാഷ അറിയണം, അവരുടെ സംസ്കാരം അറിയണം. ദൈവത്തിന് നാളെ അവനെ മേലധികാരിയായി ഉയർത്താനുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന് അവനെ പരിശീലിപ്പിക്കണമായിരുന്നു. അവൻ മേലധികാരിയായതിനു ശേഷം അവന്റെ സഹോദരന്മാർ അവനെ കാണാൻ വരുമ്പോൾ അവൻ ദ്വിഭാഷിയെ വെച്ചാണ് അവനോട് സംസാരിച്ചത്. ബൈബിൾ അങ്ങനെ വായിക്കുന്നത്. ദ്വിഭാഷിയെ വെച്ച് അവനോട് സംസാരിച്ചു. തനിക്ക് എബ്രായ ഭാഷ അറിയാം, തന്റെ സഹോദരന്മാർക്ക് എബ്രായ ഭാഷ അറിയാം. പക്ഷേ ആദ്യം ഞാനാണെന്ന് ബോധ്യപ്പെടുത്താതെ വണ്ണം അവരുടെ മുമ്പാകെ അവൻ പ്രിറ്റൻഡ് ചെയ്യുകയാണ്, അഭിനയിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവൻ വേറൊരു ഭാഷയിലാണ് അവരോട് സംസാരിച്ചത്. ആ ഭാഷ പഠിച്ചത് അവൻ ജയിലിൽ കിടന്നപ്പോഴാ. 2, മിസ്രൈമ്യരുടെ സംസ്കാരങ്ങൾ അവൻ പഠിച്ചത് ജയിലിൽ വെച്ചാ. ഇവർക്കെല്ലാം കൂടെ ചേർന്ന് യോസഫ് ഒരു സദ്യ ഒരുക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത് ഇസ്രായേല്യർക്ക് വേറെയും മിസ്രൈമ്യർക്ക് വേറെയും ഭക്ഷണം വിളമ്പി. കാരണം ഇസ്രായേല്യരുടെ പല ഭക്ഷണങ്ങളും മിസ്രൈമ്യർ ഭക്ഷിക്കില്ല, മിസ്രൈമ്യരുടെ പല ഭാഗങ്ങളും എബ്രായൻ ഭക്ഷിക്കില്ല.
ഈ സംസ്കാരം ആർക്കറിയാം? യോസഫിനറിയാം. എങ്ങനെ അവൻ പഠിച്ചു? ദീർഘവർഷങ്ങൾ ജയിലിലായിരുന്നപ്പോൾ മിസ്രൈമ്യരുടെ സംസ്കാരങ്ങൾ അവൻ പഠിച്ചത് ജയിലിൽ വെച്ചാ. ഇനി സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. യോസഫ് അവിടെ കിടക്കുന്ന സന്ദർഭത്തിൽ തന്റെ കൂടെയുള്ള 2 സഹതടവുകാര് ഓരോരോ ദർശനം കാണുക. അപ്പക്കാരുടെ പ്രമാണി പറഞ്ഞു, എന്റെ തലയിൽ ഒരു കൊട്ട അപ്പം ഉണ്ടായിരുന്നു, കാക്ക വന്ന് കൊത്തിക്കൊണ്ടുപോയി. പരിഭാഷപ്പെടുത്തുകയല്ല, വ്യാഖ്യാനിക്കുക. യോസഫ് അതിനെ വ്യാഖ്യാനിച്ചു. 3 ദിവസത്തിനകം നിന്റെ തല വെട്ടിക്കളയുന്നു. പാനപാത്രവാഹന്മാരുടെ പ്രമാണി പറഞ്ഞു, ഞാന് ഈ മുന്തിരിക്കൊല ഞെക്കിപ്പിഴിഞ്ഞ് അതിൽ വീഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നു. അവനോട് യോസഫ് പറഞ്ഞു, സ്വതന്ത്രം, നിന്നെ 3 ദിവസത്തിനകം ജോലിക്ക് തിരിച്ചെടുക്കും. നീ രാജാവിന് വെള്ളം ഒഴിച്ചു കൊടുക്കും, പാനപാത്രവാഹനാക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പക്കാരുടെ പ്രമാണിയെ തലവെട്ടിക്കളഞ്ഞു. എന്നാൽ മറ്റേ ദർശനം കണ്ടവനില്ലേ, പാനപാത്രവാഹകൻ, അവനെ ജോലിയിൽ തിരിച്ചെടുത്തു. ഇങ്ങനെ ഇവനെ ഈ ജോലിയിൽ തിരിച്ചെടുത്തപ്പോ, ജയിലിൽ നിന്ന് അവനെ വിടുവിച്ചപ്പോ, ഇവൻ ഓരോ സെല്ലിലും ചെന്ന്, സഹോദരന്മാരെ പോട്ടെ, ചച്ചന്മാരെ പോട്ടെ, ചേട്ടായിമാരെ പോട്ടെ, അണ്ണ പോകട്ടെ എന്നെല്ലാവരോടും ഇങ്ങനെ ടാറ്റ പറഞ്ഞിട്ട് ഇവൻ പോവുക. എൻ്റെ ഒരു ഭാവനയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. യോസഫിന്റെ സെല്ലിലും അവൻ ചെന്നു. ചെറിയ മുറിയിലാണ് ജയില്. ആ സെല്ലിലും അവൻ ചെന്നു. എന്നിട്ട് പറഞ്ഞു, യോസഫച്ചാ, ഞാൻ പോവുക, എനിക്ക് സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ചു തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പോകാൻ നേരത്ത് യോസഫ് ഒരു കാര്യം പറഞ്ഞു, എടാ കുഞ്ഞെ, നിന്റെ ജോലി രാജാവിൻ്റെ അടുക്കൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ജോലിയാണല്ലോ. നിനക്കറിയാൻ രാജാവ് പ്ലസന്റ് മൂവ്മെന്റിലായിരിക്കുന്നത് എപ്പോഴാണെന്ന്. രാജാവ് നല്ല സന്തോഷത്തിലിരിക്കുമ്പോൾ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഞാൻ ഒരു തെറ്റും ചെയ്യാതെയാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം. ദിവസത്തിലെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 14-ാം വാക്യം, പിന്നെ 23-ാമത്തെ വാക്യം. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണമേ. ജയിലിൽ നിന്ന് എന്നെ വിടുവിക്കാൻ എനിക്ക് വേണ്ടി ഒരു വാക്ക് നീ ഫറവോനോട് പറയണമേ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു കാണും, എന്റെ ജോസഫച്ചായ, ഞാൻ അങ്ങോട്ടൊന്ന് ചെന്നോട്ടെ. ഇവൻ പോയ അന്ന് തൊട്ട് യോസഫ് കാത്തിരിക്കുക, എനിക്കൊരു വിളി വരും, എനിക്കൊരു വിളി വരും, നിന്നെ വിടുവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഞാൻ കേൾക്കും. പക്ഷെ തിരുവെഴുത്ത് പറയുന്നത് വായിച്ചാട്ടെ. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. എന്തുകൊണ്ട് 2 പദം അവിടെ ഉപയോഗിച്ചു? ഓർത്തില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, മറന്നുപോയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ 2 പദവും കൂടെ പറഞ്ഞു, ഓർക്കാതെ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്നെ ഓർക്കേണ്ടുന്നവർ നിന്നെ ഓർക്കാതെ പോയാൽ, നിന്നെ മറന്നുകൂടാത്തവർ നിന്നെ മറന്നുപോയാൽ, മറവിയില്ലാത്തൊരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് നീ തിരിച്ചറിയണം. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. ഈ പാനപാത്രവാഹന്മാരുടെ പ്രമാണി ഒന്ന് ശുപാർശ ചെയ്ത്, ആ യോസഫ് ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല രാജാവേ, അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവിടുന്ന് വിട്ടയക്കും. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ശുപാർശ ചെയ്തിട്ട് യോസഫ് പുറത്തു വന്നാൽ എന്താ കുഴപ്പമെന്നറിയാമോ? പഴയ സ്ത്രീ, തൊണ്ടി മുതലുള്ളവള്, അവൾ അടുത്ത കള്ളക്കേസ് ഉണ്ടാക്കി ഇവനെ പിടിച്ചു ചെയ്യില്ല. അവനോട് നിൽക്കാൻ പറ്റത്തില്ല. തന്നെയല്ല, അപ്പച്ചനെ കണ്ടിട്ട് 20 വർഷമായി. അവനെ എത്രയും വേഗം കള്ളവണ്ടി കയറിയായാലും കാട്ടിക്കൂടെ ഓടിയാലും അവൻ തിരിച്ച് നാട്ടിൽ പോവും അപ്പനെ കാണാൻ. യോസഫ് എന്ത് ചെയ്യും? യാക്കോബിനെ കാണാൻ പോവും. ദൈവത്തിന് അവനെ കുറിച്ചുള്ള ഉദ്ദേശം എങ്ങനെങ്കിലും രക്ഷപ്പെട്ട് തിരിച്ച് നാട്ടിൽ പോകാനല്ല, അവനെ അവിടെ ഉയർത്തിയെടുക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. എവിടെയാണോ നീ കഷ്ടത സഹിച്ചത്, എവിടെയാണോ നീ നിന്ന വഹിച്ചത്, അവിടെ നിന്നെ ഉയർത്തിയെടുക്കാൻ തമ്പുരാന്റെ കരം ഇന്ന് പകലിലും വിശുദ്ധന്മാർക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. എത്ര പേർക്ക് ദൂതേറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എവിടെയാണോ ഞാൻ തകർക്കപ്പെട്ടത്, എവിടെയാണോ ഞാൻ ഒടയപ്പെട്ടത്, എവിടെയാണോ ഞാൻ കഷ്ടത അനുഭവിച്ചത്, അവിടെ എന്നെ ഉയർത്തിയെടുക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്നെ ഓർക്കേണ്ടുന്നവർ ഓർക്കാതെ പോയാൽ, എന്നെ മറന്നുകൂടാത്തവർ മറന്നുപോയാൽ, മറവിയില്ലാത്തൊരു ദൈവ സ്വർഗത്തിലുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു സ്മരണയുടെ പുസ്തകം സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ യോസഫ് തന്നെയാണ് ഇത് എന്നവര് തിരിച്ചറിയുകയാണ്. തിരിച്ചറിഞ്ഞപ്പോ പെട്ടെന്ന് അവര് കരയാൻ തുടങ്ങി. 20 വർഷത്തിന് ശേഷം അനിയനെ കണ്ടപ്പോ
സന്തോഷിക്കേണ്ടതല്ലേ? പക്ഷെ അവർ കരയാൻ തുടങ്ങി. എന്താണെന്നറിയാമോ? വേദപുസ്തകത്തിലെ വാക്യം, ഗോത്രപിതാക്കന്മാർ അവനോട് അസൂയ പൂണ്ടു, അവനെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടത്. യോസഫ് അവിടെ കിടന്നുകൊണ്ട് കെഞ്ചി, അച്ചാച്ചന്മാരെ എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞവൻ കെഞ്ചിയതാണ്. പക്ഷേ അവർ അവനോട് നിഷ്കരുണം പെരുമാറി. അവനെ ഉപദ്രവിച്ചതിന്റെ പക ഇവൻ തിരിച്ചു വീട്ടുമെന്ന്, തങ്ങളെ ഉപദ്രവിക്കുമെന്ന് ഓർത്താണ് സഹോദരന്മാരെ പേടിച്ചു പോയത്, കരഞ്ഞു പോയത്. പക്ഷെ യോസഫിന്റെ അതേക്കുറിച്ചുള്ള മനോഭാവം എന്തായിരുന്നു? വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 45-ാം വാക്യം. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. യോസഫിന്റെ നിലപാട് കേട്ടോ. എന്നെ ഇവിടേക്ക് വിറ്റത് കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, വിഷാദിക്കുകയും വേണ്ട. നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ മുന്നമേ അയച്ചതാകുന്നു. ഇനി 50-ാം അധ്യായം 20-ാമത്തെ വാക്യം, ഉൽപ്പത്തി 50-20. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ, ഇനി ഏറ്റവും താഴേക്ക് വന്നാട്ടെ, അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് നീ മനസ്സിലാക്കണം, നിനക്ക് നേരെ ദോഷം വിചാരിക്കുന്നവർ, നിനക്ക് നേരെ ഉപദ്രവം അടിച്ചു വിടുന്നവർ, അതോർത്ത് നീ ഭാരപ്പെടേണ്ടതില്ല. ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഹൃദയത്തിലുണ്ടാകുന്ന മുറിവുകൾ, അതിനെ ഗുണമാക്കി തീർക്കാൻ കരുത്തുള്ള ഒരു സർവ്വവല്ലഭൻ, സർവശക്തൻ ഉയരത്തിലുണ്ട്. എല്ലാം നന്മയ്ക്കാക്കി തീർക്കും. ജീവിതത്തിൽ എനിക്കുണ്ടായ കഷ്ടതകളെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും. 25-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ ദൈവ സാഹിത്യം അനുഭവിക്കുന്ന ഭക്തന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. യഹോവയുടെ സാഹിത്യം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, തന്റെ നിയമം അവൻ അവരെ അറിയിക്കുന്നു. യോസഫിന് ദൈവത്തിന്റെ സാഹിത്യം അനുഭവിക്കാൻ കഴിഞ്ഞു. യോസഫിന് ദൈവത്തിന്റെ സാഹിത്യം അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് ബൈബിളിൽ 4 വാക്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ ആദ്യം വായിച്ചട്ടെ. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. യോസഫിനോട് കൂടെ യഹോവയുണ്ട്. ഇനി 3-ാം വാക്യം, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും, യഹോവ അവനോട് കൂടെ ഉണ്ട്. യഹോവയുടെ സാഹിത്യം തന്റെ ഭക്തന്മാർക്കുണ്ടാകും. ഇനി അതേ അധ്യായത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം 39-21-23 വാക്യങ്ങൾ. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. 23-ാം വാക്യം, യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെ സഫലമാക്കുക കൊണ്ട് അവന്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. ആദ്യത്തെ 2 വാക്യം, അവൻ പൊത്തിഫറിന്റെ വീട്ടിൽ കുശിനി വേല ചെയ്യുകയാ. വരുത്തനായതുകൊണ്ട്, അടിമയ്ക്ക് കാശ് കൊടുത്ത് വാങ്ങിച്ചതായതുകൊണ്ട് അവനോട് എല്ലാവരും കരുണയില്ലാതെ പെരുമാറുകയാ. എവിടെയും അവൻ കുറ്റപ്പെടുത്തുകയാ, എവിടെയും അവൻ ഒറ്റപ്പെടുകയാ. പക്ഷെ തിരുവെഴുത്ത് പറഞ്ഞു, ദൈവാത്മാവ് രേഖപ്പെടുത്തി, എന്നാൽ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവസാനത്തെ വാക്യം, അവൻ ജയിലിൽ കിടക്കുമ്പോഴാ എല്ലാവരും അവനൊരു കുറ്റവാളിയെ പോലെ നോക്കുമ്പോൾ, പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, എന്നാൽ യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായുള്ളവേ എന്നാണ് 80-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. എന്താ ആടും ഇടയനും തമ്മിലുള്ള ബന്ധം? ഈ ഇടയന്റെ കണ്ണും കരുതലും സാന്നിധ്യവും അല്ലെങ്കിൽ സാമീപ്യവും എപ്പോഴും ആടിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആട്ടിൻകൂട്ടത്തെ പോലെ ദൈവം യോസഫിനെ നടത്തുകയാണ്. 1 ശമൂവേൽ പുസ്തകം 2-ാമത്തെ വാക്യത്തിൽ യോസഫ് അനുഭവിച്ചതായ മറ്റൊരു നന്മ നാം ദർശിക്കുകയാണ്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. യോസഫ് ദൈവത്തെ മാനിച്ചു. എങ്ങനെയാ അവൻ മാനിച്ചത്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്തോത്രകാഴ്ച ഇടാൻ അവന്റെ പക്കല് കാശില്ല. കാരണം അവൻ അടിമയാണ്. അവന് വേണ്ടി വാദിക്കാൻ ആരുമില്ല. പക്ഷേ അന്യനാട്ടിലായിരുന്നപ്പോഴും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രവാസിയായി അവൻ അന്യനാട്ടിൽ താമസിക്കുമ്പോഴും അവൻ ദൈവത്തെ മാനിച്ചു. യോസഫ് എങ്ങനെയാണ് ദൈവത്തെ മാനിച്ചതെന്നറിയാമോ? ഞാൻ 9 വാക്യങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ്. എവിടെയും ഏത് സന്ദർഭത്തിലും യോസഫ് പറയുമായിരുന്നൊരു കാര്യമുണ്ട്, ദൈവം ദൈവം ദൈവം. ഉൽപ്പത്തി
39:9 ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? 40:8 വാക്യം സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലോ. 41:16 വാക്യം ദൈവം തന്നെ ഫറവോന് ശുഭകരമായൊരു ഉത്തരം നൽകും. ഒരു കുഞ്ഞുണ്ടായപ്പോൾ കൊച്ചിന് പേരിടുകയാ, എൻ്റെ സകല കഷ്ടതകളെയും ദൈവം മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ഒന്നാമന് മനശ്ശെ എന്ന് പേരിടുകയാണ്. അതിൻ്റെ 52 വാക്യം സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് രണ്ടാമൻ അവന് എഫ്രയീം എന്ന് പേരിടുകയാണ്. ഇനി 42:18 വാക്യം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. 45:5 നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ അയച്ചതാകുന്നു. 45:8 വാക്യം ദൈവമത്രേ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. 50 ദൈവം അതിനെ ഗുണമാക്കി തീർത്തു. 9 വാക്യങ്ങൾ അവിടെയെല്ലാം അവനവൻ്റെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. എവിടെ അവസരം കിട്ടിയാലും അവൻ ദൈവത്തെ ഉയർത്തുമായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവം ഇതിലാണെന്ന് പറഞ്ഞു നോക്കെ, നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും, അനുഭവം ഉണ്ടാകും. യോസഫിൻ്റെ വാക്യം എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്ക് നാം വരാൻ പോവുകയാണ്. യോസഫ് പിരമിഡുകളിൽ ആകൃഷ്ടനായില്ല. അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയായിരിക്കുക. ഇവന് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അവൻ ദൂരെ കൂട്ടിക്കണ്ടു. എന്താ? ഇവൻ മരിക്കുമ്പോൾ ഇവന്റെ ശവടക്ക് എങ്ങനെ നടത്തും എന്നുള്ളതിനെ കുറിച്ച് ഇവൻ മുൻകൂട്ടി കണ്ടു. യോസഫ് മിസ്രയീം ദേശത്ത് എല്ലായിടവും യാത്ര ചെയ്യുമ്പോൾ അവിടെ അവൻ പിരമിഡുകൾ കണ്ടു. എന്താ പിരമിഡ്? രാജാക്കന്മാരെ അടക്കുന്ന ശവകുടീരത്തെ വിളിക്കുന്ന പേരാണ് പിരമിഡ്. സ്തൂപാകൃതിയിൽ പണിയുന്ന ശവകുടീരമാണിത് പിരമിഡ്. യോസഫിന് മനസ്സിലായി, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കുമ്പോൾ ഞാൻ ഈ നാടിനെ അവരുടെ ക്ഷാമത്തിൽ രക്ഷിച്ചവനാകൊണ്ട് എന്നെ അവരിവിടെ അടക്കും. അതവൻ മുൻപ് കൂട്ടി കണ്ടിട്ട് സഹോദരന്മാർക്ക് വിളിച്ച് കൽപ്പന കൊടുക്കുന്നു, അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. 2 വാക്യങ്ങൾ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 50-25 വാക്യം. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. സഹോദരന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഇനി നമ്മൾ ആദ്യം വായിച്ച വാക്യം എബ്രായ ലേഖനം 11:22 വിശ്വാസത്താൽ യോസേഫ് താൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ചു, തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. 2 പദങ്ങൾ. ഒന്ന്, ഉൽപ്പത്തി 50-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് തന്റെ അസ്ഥികളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സഹോദരന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. 2, തന്റെ അസ്ഥികളെ കുറിച്ച് അവർക്ക് കൽപ്പന കൊടുത്തു. അസ്ഥി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് സത്യം ചെയ്യിച്ചതിന്റെയും കൽപ്പന കൊടുത്തതിന്റെയും പിന്നിൽ ഒരു മർമ്മം മറഞ്ഞു കിടപ്പുണ്ട്. ആ മർമ്മം ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, തനിക്കറിയാം താൻ മരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ അടക്കും. ഫറവോൻ പറയും, നിങ്ങളൊക്കെ മരിക്കുമ്പോൾ ഇവിടെ അടയ്ക്കോ, നാട്ടിൽ കൊണ്ടുപോകോ, എന്തോ ചെയ്തോ. ഇവനെ തരാൻ പറ്റില്ല, കാരണം ദൈവാത്മാവുള്ള ഈ മനുഷ്യ മുഖാന്തരമാണ് ഞങ്ങളുടെ നാട് ഇന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ക്ഷാമം വരുമ്പോൾ ഞങ്ങൾ തകർന്നു പോയേനെ. 2ാമത്തെ കാരണം, ഒരു പഴയ പ്രവചന ദൂത് ഇവന്റെ അകത്തുണ്ട്. എന്താ പ്രവചന ദൂത്? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 17-ാം വാക്യം. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന പന്തം കടന്നുപോയി. അബ്രഹാം ഒരിക്കൽ ഒരു യാഗം കഴിക്കുകയാണ്. ഒരുപാട് മൃഗങ്ങളെയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ പക്ഷികളെ പിളർന്നില്ലെന്നൊക്കെ വായിക്കുന്നുണ്ട്. റാഞ്ചം പക്ഷി ഇറങ്ങി വന്നു എന്നൊക്കെ വായിക്കുന്നു. അന്ന് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം ജീവിച്ചിരിക്കും. അന്ന് അബ്രഹാം യാഗമർപ്പിച്ചു. ദൈവനോട് സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് പാർക്കുമെന്ന് പറഞ്ഞത് കുറുപ്രാവുകളെ പിളർക്കാഞ്ഞത് കൊണ്ടല്ല. അന്ന് ദൈവം അവനെ കുറിച്ചുള്ള ഭാവി പദ്ധതി അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. പുരാതന കാലത്ത് മധ്യപൂർവ്വ ദേശങ്ങളിൽ നടന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ പറയുന്നത്. ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം
കടന്നുപോയി. രണ്ട് വ്യക്തികൾ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടി ഉറപ്പാക്കാൻ വേണ്ടി ഒരു മൃഗത്തെ കൊന്നിട്ട് അതിനെ രണ്ടായി പിളർന്നു വെച്ചിട്ട് ഇവർ തമ്മിൽ കൈ കൊടുത്തുകൊണ്ട് ആദ്യം ഇങ്ങനെ ആ മൃഗത്തിന്റെ ഉടലിന് ചുറ്റും നടക്കും, കൈവിട്ടിട്ടില്ല. അതിനുശേഷം ഈ പിളർന്നു വെച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ നടുവേ അപ്പുറത്ത് എന്നിട്ട് തിരിഞ്ഞു നിന്ന് അവർ ഉടമ്പടി ചെയ്യും. ഇന്നേ ദിവസം ഞാനും നീയും തമ്മിൽ ഇന്ന ഇന്ന വിധത്തിൽ ഉടമ്പടി ചെയ്യുന്നു. ഈ ഉടമ്പടിയിൽ നിന്ന് ഞാനോ നീയോ പിന്മാറിയാൽ ഈ മൃഗത്തിന് വന്ന ശിക്ഷ പിന്മാറുന്നവർക്ക് ഉണ്ടാവും. ദൈവവും മനുഷ്യനും തമ്മിൽ ഒത്തു നടക്കുന്നു. രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുമോ? അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനെന്ന് ബൈബിളിൽ 3 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്നേഹിതനായ അബ്രഹാമും ദൈവം തമ്മിൽ അന്ന് ഉടമ്പടി ചെയ്തു. അതാണ് വാക്യം. ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. മനസ്സിലാക്കാൻ ഇരമ്യാപ്രവചനത്തിലേക്ക് വരണം. ഇരമ്യാപ്രവചനം 34:18 വാക്യം. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എന്റെ മുമ്പാകെ ചെയ്ത നിയമം. മധ്യപൂർവ്വ ദേശങ്ങളിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു മൃഗത്തെ കൊന്ന് രണ്ടായി പിളർത്തി വെച്ചിട്ട് അവർ തമ്മിൽ ഉടമ്പടി ചെയ്യുമായിരുന്നു. സ്വർഗത്തിലെ ദൈവം അവിടേക്ക് ഇറങ്ങി വന്നു, അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു. ആ ദൈവ സാന്നിധ്യമാണ് നമ്മൾ വായിച്ചത്. ജ്വലിക്കുന്ന ഒരു പന്തം ആ ഭാഗങ്ങളുടെ നടുവേ കടന്നുപോയി. അന്ന് ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്ത കൂട്ടത്തിൽ പല വാക്കുകളും വാഗ്ദത്തങ്ങളും നൽകിയ കൂട്ടത്തിൽ ഇങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു: നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം താമസിക്കും. അതെങ്ങനെയാ യോസഫ് പറഞ്ഞത്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്. അബ്രഹാമിനോടാണ് ദൈവം ഇതിന്റെ ഉടമ്പടി ചെയ്തത്. എബ്രായ ലേഖനത്തിൽ വായിക്കുകയാണ്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ച നഗരത്തിനായി പാർത്തിരുന്നു. ഇവർ 3 പേരും കൂടെ ഒരു വീട്ടിൽ താമസിച്ചു. തെളിവ് പറയാൻ പോവാ. അബ്രഹാം മരിക്കുന്നത് 175 വയസ്സിലാണ്. 100 വയസ്സുള്ളപ്പോഴാണ് അബ്രഹാമിന് ഇസഹാക്ക് ജനിക്കുന്നത്. ഇസഹാക്ക് വിവാഹം ചെയ്ത് 40 വയസ്സിലാണെങ്കിലും അവന് കുഞ്ഞ് ജനിച്ചത് 60 വയസ്സിലാണ്. അപ്പൊ അബ്രഹാമിന് എത്ര വയസ്സുണ്ട്? 100ഉം 60ഉം 160. ഇസഹാക്കിന്റെ മകനാണ് യാക്കോബ്. യാക്കോബിന് 15 വയസ്സ്. അപ്പച്ചന് 175, അപ്പൻ 60, കുഞ്ഞിന് 15, 175. 3 പേരും കൂടെ ഒന്നിച്ച് താമസിച്ചു എന്നുള്ളതിന്റെ കണക്ക് കിട്ടിയല്ലോ. അപ്പൊ അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു, ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു. യാക്കോബ് മറ്റു മക്കളെയൊക്കെയും ആടിനെ തീറ്റാൻ കാട്ടിവിട്ടെങ്കിലും യോസഫിനെ കൂടെ നിർത്തി. യോസഫ് വാർദ്ധക്യത്തിലെ മകനായിരുന്നു, അവനോട് കൂടുതൽ ഇഷ്ടമായിരുന്നു. അവനെ കൂടെ നിർത്തിയ കൂട്ടത്തിൽ യാക്കോബ് യോസഫിനോടൊരു ദൂത് പറഞ്ഞു: മോനെ, എപ്പോഴാണെന്ന് അറിയത്തില്ല, പക്ഷേ നമ്മുടെ മുത്തച്ഛനോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് വസിക്കും. ഇപ്പോൾ യോസഫ് സ്വന്തമല്ലാത്ത ദേശത്ത് മിസ്രൈമിൽ താമസിക്കുകയാ. അവിടെ വെച്ചാണ് അവൻ സഹോദരന്മാരെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നത്, സഹോദരന്മാരോട് കൽപ്പന കൊടുക്കുന്നത്: നിങ്ങൾ ദൈവം സന്ദർശിക്കപ്പെട്ടവരായി മടങ്ങി പോകുമ്പോൾ എന്റെ ആസ്തി കൂടെ കൊണ്ടുപോകണം. ആ വാഗ്ദത്തത്തിന് ശേഷം 400 വർഷത്തോളമെങ്കിലും കഴിഞ്ഞിട്ട് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു. പുറപ്പെട്ടു പോകുമ്പോൾ ഓരോരുത്തരും വിലപിടിപ്പുള്ള ഓരോരോ സാധനങ്ങൾ എടുക്കുകയാ. പക്ഷേ നേതാവായിരുന്ന, വിക്കനായിരുന്ന, തടിച്ച നാവുള്ള മോശയുടെ തോളിൽ ഒരു ശവപ്പെട്ടി ഇരിപ്പുണ്ട്. വായിക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 19-ാമത്തെ വാക്യം. മോശെ യോസേഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ട് പോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചു. ദൈവാത്മാവുള്ള മനുഷ്യൻ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞു. 400 വർഷം കഴിഞ്ഞപ്പോൾ ആ തിരക്കിനിടയിൽ മോശെ എന്ന വൃദ്ധനായ വിക്കനായ മനുഷ്യൻ ആ ശവപ്പെട്ടി എടുത്ത് തോള വെച്ചത്. ഇനിയും ഇവര് 40 വർഷം മരുഭൂമിയിലൂടെ നടന്നു. ആദ്യം ചെങ്കടൽ കടന്നു, പിന്നീട് യോർദാൻ കടന്നു, അക്കരെ ചെന്ന് കനാനിൽ ചെന്ന് 7 ബലമുള്ള ജാതികളെ നിഗ്രഹിച്ച് അവരുടെ കയ്യിലിരുന്ന ഭൂമി പിടിച്ചെടുത്ത് ഇസ്രായേൽ മക്കൾക്ക് 12 ഗോത്രങ്ങൾക്കും വീതിച്ചു കൊടുത്തു. ആ കനാൻ നാട്ടിലേക്ക് ഇവർ കടന്നു പോകുമ്പോൾ
മോശയുടെ തോളിലാണ് എന്തുണ്ടായിരുന്നത്? യോസഫിന്റെ അസ്ഥിയുള്ള ശവപ്പെട്ടി. പക്ഷെ മോശ മരിച്ചു, മോശ അടക്കി. അടുത്ത നേതാവ് വന്നു, യോശുവയുടെ നേതൃത്വത്തിലാണ് യോർദാൻ കടന്ന് അക്കരെ ചെല്ലുന്നത്. അക്കരെ ചെന്ന് ദേശമൊക്കെ പിടിച്ചടക്കി. പക്ഷെ ദൈവാത്മാവ് അതിൻ്റെ ഒടുവിൽ വന്നപ്പോൾ ഒരു പ്രത്യേക വാക്യം അവിടെ എഴുതി ചേർത്തു. വായിക്കാം. യോശുവയുടെ പുസ്തകം 24-32 വാക്യം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോന്ന യോസേഫിന്റെ അസ്ഥികളെ അവർ ശെഖേമിൽ, യാക്കോബ് ശെഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. ആ അസ്ഥിക്കൊടുവിൽ എന്ത് സംഭവിച്ചു? മരുഭൂമിയിലൂടെ 40 വർഷം നടക്കുമ്പോൾ 34 സ്ഥലങ്ങളിൽ അവർ മാറി മാറി പാളയമടിച്ചിട്ടുണ്ട്. ഈ ചുമന്നുകൊണ്ടിറങ്ങിയ മോശെ വഴിക്ക് വെച്ച് മരിച്ചുപോയിട്ടുണ്ട്. പക്ഷേ ദൈവാത്മാവുള്ള മനുഷ്യന്റെ അസ്ഥി നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ പറഞ്ഞൊരു ദൂത, നിങ്ങൾ എന്റെ അസ്ഥികളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചതാണ്. അവൻ രാജകീയമായ നിലയിൽ, ഉയർന്ന നിലയിൽ അവന് ജീവിക്കുമ്പോൾ വേണമെങ്കിൽ അവന് മിസ്രമിലെ പിരമിഡിൽ ഒരു നല്ല ശവടക്ക് കിട്ടിയനെ. പക്ഷേ അവൻ ആ പിരമിഡിൽ ഒതുങ്ങാൻ ആഗ്രഹിച്ചില്ല. ആമേൻ. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ദൂത് അബ്രഹാം അത് ഇസഹാക്കിനോട് പറഞ്ഞു, ഇസഹാക്ക് അത് യാക്കോബിനോട് പറഞ്ഞു. അബ്രഹാം മരിക്കുമ്പോൾ ആ യാക്കോബിന് 15 വയസ്സേ പ്രായമുള്ളൂ. പക്ഷേ ആ യാക്കോബിന് മക്കൾ ജനിച്ച കാലത്ത് ആ ദൂത് തലമുറകൾ കൈമാറി യോസഫിനോട് അറിയിക്കപ്പെട്ടു. അതാണ് അവൻ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അസ്ഥി കൊണ്ടുപോകണം. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നമുക്ക് വിശ്വസിക്കാം. എന്നോട് സംസാരിച്ചതുപോലെ തന്നെ സംഭവിക്കും. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. ശബ്ദം പിൻപിൽ കേട്ടിടും നിർദ്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8036991167 9946997525.